ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂൾ തന്നെയാണ്. തേർഡ് മോഡ്യൂളിൽ പോർട്ടൽ ഫ്രെയിം വിത്ത് സൈഡ്സ് വേ അതിൻ്റെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കുറച്ച് ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തായിരുന്നു. ദെൻ പോർട്ടൽ ഫ്രെയിം വിത്ത് സൈഡ്സ് വേയിൽ കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ പോർട്ടൽ ഫ്രെയിം യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം തരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇതൊരു പോർട്ടൽ ഫ്രെയിം വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ എന്ന് നോക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യു ഡി എൽ കാരണം ഇവിടെ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ യു ഡി എൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോളത്തിന് റൈറ്റിലോട്ട് പുഷ് ചെയ്യുവാണ്. ഓക്കെ, റൈറ്റിലോട്ട് പുഷ് ചെയ്യുമ്പോൾ എന്ത് ഓട്ടോമാറ്റിക്കലി ഈ കോളം എന്താവും, റൈറ്റിലോട്ട് സ്വേ ചെയ്യും. ദെൻ ഇവിടെ നിങ്ങൾക്കൊരു റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ഈ കോളം റൈറ്റിലോട്ട് സ്വേ ചെയ്യുമ്പോൾ ബീമും കൂടി എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, സോ ഇതെന്താണ്, വിത്ത് സ്വേ കേസാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിക്സഡ് കേസായിരുന്നു, ഇവിടെ ഒരു യു ഡി എൽ വന്നിരുന്നെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് യു ഡി എൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഈ കോളത്തിന് റൈറ്റിലോട്ട് സ്വേ ചെയ്യിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ബീം എന്താണ്, ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബീം ഈ കോളത്തിൻ്റെ സ്വേയിനെ ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. സോ ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ്, പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സ്വേ കേസാണ്. ഓക്കെ, പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സ്വേ കേസാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ, ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് എൻഡാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു റോളർ എൻഡാണ് തന്നിരിക്കുന്നത്. സോ ഈ യു ഡി എല്ലിൽ കാരണം കോളം റൈറ്റിലോട്ട് സ്വേ ചെയ്യുമ്പോൾ ഈ ബീം എന്ത് റോൾ ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, സോ ഇത് സ്വേനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇത് വിത്ത് സ്വേ കേസാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളവും ഒരു ബീമുമായിട്ട് വരുന്ന പ്രോബ്ലംസും ചോദിക്കാം. അപ്പോൾ അത് കണ്ടീഷൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സി എന്ന് പറയുന്ന പോയിന്റ് ഫിക്സഡ് ആയിട്ടായിരുന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഇത് വിത്തൗട്ട് സ്വേ കേസായേനെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സിംപ്ലി സപ്പോർട്ടഡ് കേസാണ്. സോ സ്വേ റെസിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതെന്ന് പറയുന്നത് എന്താ, വിത്ത് സ്വേ കേസാണ്. ഓക്കെ, സോ ഹിയർ ആദ്യം എന്താണ്, സ്വേ അനാലിസിസിൽ ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി നോൺ സ്വേ മൊമെൻറ്റ്സ്. നോൺ സ്വേ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നോൺ സ്വേ അനാലിസിസ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ നോൺ സ്വേ അനാലിസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്. സോ നമുക്ക് എ ബിയിൽ എന്താ എക്സ്റ്റേണൽ ലോഡ് തന്നിട്ടുണ്ട്. സോ എം ഓഫ് എ ബി ആൻഡ് എം ഓഫ് ബി എ വി ക്യാൻ ഡിറ്റർമിൻ. ആൻഡ് ബി സി പോർഷൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ലോഡ്. So fixed end moments due to the external load is 0. So M of BC and M of CB is equal to 0. And what is the second step? We have to determine the distribution factor. So here only one joint is there, B, and the members meeting at joint B is BA and BC. Okay, and distribution factor in the equation and the distribution factor is equal to K by sigma K, and the sum of distribution factor at a joint is always 1. Conditions ഒക്കെ നോക്കിക്കോളുക. So here joint is B, members are BA and BC, and for BA what is the K value? Far end is fixed, so 4 EI by L. Then BC far end is simply supported, so here 3 EI by L. Okay, so we get distribution factors. Then നോൺ സ്വേ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, സോ നോൺ സ്വേ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് വെച്ചിട്ട്, ദാറ്റ് ഈസ് സ്വേ കൺസിഡർ ചെയ്യാതെയുള്ള ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് ദ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്. സോ നോർമലി വിത്തൗട്ട് സ്വേ കേസിൽ എങ്ങനെയാണോ അനാലിസിസ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വിത്ത് സ്വേ വരുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി നോൺ സ്വേ മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് വി ആർ നോട്ട് കൺസിഡറിങ് ദി സ്വേ ഓഫ് ദ ഫ്രെയിം and we are determining the non-sway moments. For that, first we have to determine the fixed end moments due to the given external load. Second, we have to determine the distribution factor, and third one, distribution table, that is non-sway moment distribution table. Here support A is fixed and support C is hinged. അത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് തെറ്റും നമുക്ക്. ഓക്കെ, സോ ഹിയർ M of AB minus 12 plus 12 0 0. സോ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇവിടുത്തെ ക്ലോക്ക് വൈസ് 12 ആണ്. അത് ഇൻറ്റു കറസ്പോണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അതിനെ എന്താ, ഫ്രയർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. എ ഫിക്സഡ് ആയതുകൊണ്ട് അങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. എന്താ, സി സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് 0 ആയിരിക്കും. ദെൻ അഗെയിൻ ജോയിൻറ്റിലോട്ട് നോക്കുക. ജോയിൻറ്റിൽ വേറെ മൊമെൻറ്റ്സ് ഒന്നുമില്ല. സോ യു ക്യാൻ ആഡ് കോളം വൈസ്. കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി നോൺ സ്വേ moments, MAB, MBA, MBC and MCB. Next one is sway analysis.
സോ സ്വേ അനാലിസിസ് ഹിയർ ഓൺലി വൺ കോളം ഈസ് ദെയർ, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. കോളത്തിന് മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, സ്വേ ജനറേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, സോ അസ്യൂം സ്വേ ടുവേഴ്സ് റൈറ്റ്, ബിക്കോസ് നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം സ്വേ റൈറ്റിലോട്ടാണ് വരുന്നത്. കാരണം യു ഡി എൽ ഈസ് ആക്ടിങ്, കോളത്തിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് യു ഡി എൽ ഈസ് ആക്ടിങ് ടുവേഴ്സ് റൈറ്റ്. സോ സ്വേ ടുവേഴ്സ് റൈറ്റ്. Okay, so assume sway towards right. So m of AB is equal to m of BA is equal to നമുക്ക് ഇക്വേഷൻ അറിയാം. ഒരു ഫിക്സഡ് എൻഡിലാണ് സ്വേ വരുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഈ 6EI delta by L square and towards right, then the fixed end moments are anti-clockwise in direction. So m of AB is equal to m of BA is equal to minus 6EI delta by L square. സോ ഇവിടെ നമുക്ക് രണ്ട് കോളം ഇല്ല, അതുകൊണ്ട് തന്നെ റേഷ്യോ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എം എഫ് എ ബിക്കും എം എഫ് ബി എക്കും ഒരു വാല്യൂ കൊടുക്കാം, അസ്യൂം ചെയ്യാം, ദാറ്റ് ഈസ് -100 kN/m. ദെൻ അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എം ഡാഷ് വാല്യൂസ് കിട്ടും. സോ ഫൈനൽ എൻ മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, എം എ ബി ഈസ് ഈക്വൽ ടു സ്മോൾ എം എ ബി പ്ലസ്, സോ നിങ്ങൾക്ക് എം എ ബിയുടെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ എം എ ബി സ്മോൾ എം എ ബി പ്ലസ് സ്വേ കറക്ഷൻ ഫാക്ടർ എക്സ് ഇൻറ്റു എം ഡാഷ് എ ബി, ദാറ്റ് ഈസ് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ സ്വേ കറക്ഷൻ ഫാക്ടർ ഈസ് ഡിറ്റർമിൻ ഫ്രം ഷിയർ ഇക്വേഷൻ. ഷിയർ ഇക്വേഷൻ എന്നാണ് സ്വേ കറക്ഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഹിയർ ഷിയർ ഇക്വേഷൻ ഈസ് ഓൺലി വൺ കോളം ഈസ് ദെയർ. സോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എച്ച് എ, വി എ, എം എ ബി, വി ബി, എച്ച് പി ആൻഡ് എം ബി എ. And UDL we are converted as a concentrated load, so 1 into 12. So shear equation is HA plus 12 is equal to 0. This is the shear equation. So moment about B എടുക്കുക, അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഫൈനൽ എൻ മൊമെൻറ്റ് ഇക്വേഷൻ. വി ഗെറ്റ് ദ ഫൈനൽ എൻ മൊമെൻറ്റ്സ്, ദെൻ യു ക്യാൻ ഡ്രോ ദ PMD. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. നോർമലി നമ്മൾ എങ്ങനെയാണോ വിത്ത് സ്വേ കേസ് ചെയ്യുന്നത്, 2 സ്റ്റെപ്സ് ആർ ദെയർ. എന്താണ്, ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ് ആൻഡ് നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് സ്വേ മൊമെൻറ്റ്സ്. ഓക്കെ, സോ നോൺ സ്വേ അനാലിസിസും ഉണ്ട്, സ്വേ അനാലിസിസും ഉണ്ട്. സോ ഫൈനൽ എൻ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് എക്സ് ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്. എക്സ് ഈസ് sway correction factor and x can be determined from the shear equation. Okay, so next question. Okay, analyze the frame by moment distribution method. The end A is hinged and D is fixed. ഇവിടെ നിങ്ങൾക്ക് end A B C D ഇങ്ങനെയാണ് തിരിച്ചാണ് തന്നിരിക്കുന്നത്. അത് നൊട്ടേഷൻസ് നോക്കി കറക്റ്റ് നിങ്ങൾ ചെയ്താൽ മതി. എ എന്ന് പറയുന്ന സപ്പോർട്ട് എന്താണ്, ഹിഞ്ച്ഡ് സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. ഡി ഈസ് ഫിക്സഡ്. സോ ഫസ്റ്റ് യു ഹാവ് ടു, എന്തായാലും ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ദിസ് ഈസ് വിത്ത് സ്വേ കേസാണ്. Okay, so non-sway analysis first determine the fixed end moments due to external load, then distribution factor, then non-sway moment distribution tables. Procedure is same. ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ, സ്വേ അനാലിസിസിൽ 2 columns are there, എ ബി ആൻഡ് സി ഡി. ഓക്കെ, സോ അസ്യൂം ടുവേഴ്സ് റൈറ്റ്, സ്വേ ടുവേഴ്സ് റൈറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കോളം ഈ എൻഡ് ഫിക്സഡ് ആണ്. Here this end is simply supported. So simply supported end ആണെന്നുണ്ടെങ്കിൽ അവിടെ മൊമെൻറ്റ് 0 ആണ്. അതിൻ്റെ ഫാർ എൻഡിലുള്ള മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഓർത്തേക്കുക, 3EI delta by L square ആണ്. ഈ എൻഡ് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് എൻഡിലും ആക്ട് ചെയ്യുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു സ്വേ 6EI delta by L square. ഓക്കെ, സോ ഇഫ് വൺ എൻഡ് ഈസ്, ഒരു കോളത്തിൻ്റെ ഒരു എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി സേ ദ മൊമെൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് 0. സോ എം ഓഫ് ബി എ ഈസ് 3EI delta by L square. മറന്നു പോകരുത്, മിക്കുള്ളവർക്കും തെറ്റുന്നതാണ്. സോ ഹിയർ one column is fixed, support A is fixed, support D is fixed and AB column support A is simply supported. So ഇവിടെ എന്താ, എം ഓഫ് സി ഡി പ്ലസ് എം ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു എം ഓഫ് ഡി സി ഈസ് ഈക്വൽ ടു എന്താണ്, ഫിക്സഡ് ആയതുകൊണ്ട് രണ്ടും -6EI delta by L square, ബിക്കോസ് സ്വേ ഈസ് ടുവേഴ്സ് റൈറ്റ്. റൈറ്റിലോട്ട് സ്വേ ചെയ്യുമ്പോൾ രണ്ട് മൊമെൻറ്റും എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ദെൻ അടുത്ത കോളം കൺസിഡർ ചെയ്യുമ്പോൾ എം എ ബി ഈസ് ഹിഞ്ച്ഡ്. സോ മൊമെൻറ്റ് അറ്റ് എ ബി ഈസ് ഈക്വൽ ടു 0. സോ ബി എയുടെ മൊമെൻറ്റ് എന്താ, 3EI delta by L square. Then determine the ratio between M of CD and M of BA. So ratio എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
we got m of CD by m of BA is equal to half. So 2 times m of CD is equal to m of BA. Then we can assume ഏതെങ്കിലും ഒരു മൊമെൻറ്റ് അസ്യൂം ചെയ്യുക, അതനുസരിച്ച് റിലേഷൻ അനുസരിച്ച് വി ഗെറ്റ് ദ നെക്സ്റ്റ് മൊമെൻറ്റ്. ദെൻ എന്താ നമുക്ക് എം ഓഫ് ഡി സി, എം ഓഫ് സി ഡി, എം ഓഫ് സി ബിയിലും എം ഓഫ് സി ബിയിലും ബി സിയിലും മൊമെൻറ്റ് ഉണ്ടാകത്തില്ല, ബിക്കോസ് ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ബീമിൽ സ്വേ ഉണ്ടാകത്തില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഹിഞ്ച്ഡ് 0 ആണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് എം ഡാഷ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, സോ ഫൈനൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എം എ ബി ഈസ് ഈക്വൽ ടു 0, ബിക്കോസ് എം എ ബി ഹിഞ്ച്ഡ് ആയതുകൊണ്ട് ഓൾറെഡി നമുക്കറിയാം 0 ആണ്, ബിക്കോസ് there is no moment, simply supported and there is no moment. So MBA is small m BA plus m dash BA into x. Okay, so ഇതിനകത്ത് നമുക്ക് നോൺ സ്വേ മൊമെൻറ്റ്സും അറിയാം, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സും അറിയാം. നെക്സ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി സ്വേ കറക്ഷൻ ഫാക്ടർ, ആൻഡ് സ്വേ കറക്ഷൻ ഫാക്ടർ ഈസ് ഡിറ്റർമിൻഡ് ഫ്രം ദി ഷിയർ ഇക്വേഷൻ. സോ 2 കോളം കൺസിഡർ ചെയ്യുക, ഷിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അതിനകത്ത് നിന്ന് എക്സ് വാല്യൂ കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ എക്സ് വാല്യൂ ഇൻ ഓൾ ദ slope deflection equation, we get the final n moments. From that we can draw the BMD and SFD. So ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓരോ പ്രോബ്ലവും ചെയ്തു പോവുക, നമ്മൾ ചെയ്തത് തന്നെയാണ്. ഓക്കെ, ദെൻ അനലൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബൈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഡ്രോ BMD. വർക്കൗട്ട് ചെയ്ത് നോക്കുക. വിത്ത് സ്വേ കേസാണ്, കാരണം സിമെട്രിക് അല്ല, ഇവിടെ സിമെട്രിക് അല്ല, കാരണം 40 kN ആക്ട് ചെയ്യുന്നുണ്ട്. സോ റൈറ്റിലോട്ടായിരിക്കും സ്വേ. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, നോൺ സ്വേ അനാലിസിസ് ചെയ്യണം, ദെൻ നോൺ സ്വേ മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യണം, ദെൻ സ്വേ അനാലിസിസ് ചെയ്യുക, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുക, ഫൈനൽ എൻ മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ഫ്രം ദാറ്റ് ദ ഓൺലി അൺനോൺ ഈസ് സ്വേ കറക്ഷൻ ഫാക്ടർ, ആൻഡ് സ്വേ കറക്ഷൻ ഫാക്ടർ ഈസ് ഡിറ്റർമിൻഡ് ഫ്രം ദി ഷിയർ ഇക്വേഷൻ. By generating the shear equation we get the x value, then substitute the x values in all the slope, all the final n moment equation, then substitute the value of x, then determine the final n moments and draw the BMD. Okay, next question അതുപോലെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സപ്പോർട്ട് എയും ഡിയും എന്താണ്, രണ്ട് സപ്പോർട്ടും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, സോ അത് ശ്രദ്ധിച്ചോളുക, സപ്പോർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓക്കെ, സോ ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, നോൺ സ്വേ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ ബി സി ഡി, എയും ഹിഞ്ച്ഡ് ആണ്, ഡിയും ഹിഞ്ച്ഡ് ആണ്. സോ എയിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഫിക്സ്ഡ് എൻ മൊമെൻ്റ് ഉണ്ട്, -4.17, 4.17, 0, 0, 0, 0. സോ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് വി ഹാവ് ടു അപ്ലൈ എന്താണ്, എൻ കറക്ഷൻസ്. എൻഡ് സപ്പോർട്ടുകൾ സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ എൻ കറക്ഷൻ ചെയ്തിട്ട് വേണം വി ഹാവ് ടു സ്റ്റാർട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്. സോ ഹിയർ ഫിക്സ്ഡ് എൻ മൊമെൻറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് സപ്പോർട്ട് എ. സോ -4.17 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, 0 ആക്കണം. ബൈ അപ്ലൈയിങ് +4.17 കൊടുത്ത് 0 ആക്കി അതിൻ്റെ ഹാഫിനെ ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടുള്ള ഇനിഷ്യൽ മൊമെൻറ്റ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അനാലിസിസ് ചെയ്യാൻ. ഓക്കെ, ശ്രദ്ധിച്ചോളുക. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള എല്ലാ കണ്ടീഷൻസും നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഹിയർ 0 ബിക്കോസ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. ഇവിടെ നമ്മൾ മൊമെൻറ്റ് ആഡ് ചെയ്തെഴുതി, ദെൻ അൺബാലൻസ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്തപ്പോൾ നമുക്ക് എന്താ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മൊമെൻറ്റ് കിട്ടി, അതിനെ ഫാർ എൻഡുകളിലോട്ട് എന്ത് ചെയ്യണം, ക്യാരി ഓവർ ചെയ്യണം. സോ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് 0, ഇതിൻ്റെ ഹാഫിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ജോയിൻറ്റ് ബിയിൽ ഇപ്പോൾ എന്താ, അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഉണ്ട്. സോ ദാറ്റ് ഇൻറ്റു കറസ്പോണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ എത്രയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കിട്ടും, അതിനെ ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് 1.02ൻ്റെ പകുതി 0.51 ബിയിലോട്ട് വരും. ദെൻ അതിനെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്യാരി ഓവർ ചെയ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ മൈന്യൂട്ട് വാല്യൂ 0.5നും താഴെ ആയിട്ടുള്ളത് കൊണ്ട് വി ക്യാൻ സ്റ്റോപ്പ് ദ പ്രോസസ് ആൻഡ് കോളം വൈസ് എന്ത് ചെയ്യണം, മൊമെൻറ്റ്സിന് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എൻ മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് കിട്ടും. ഓക്കെ, നോൺ സ്വേ മൊമെൻറ്റ്സ് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നോൺ സ്വേ മൊമെൻറ്റ്സ് കിട്ടും. ഓക്കെ, സോ നോൺ സ്വേ മൊമെൻറ്റ്സ്
ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കണ്ടീഷൻ നോക്കുക. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണോ ഫിക്സ്ഡ് എൻഡുകളാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്തു തുടങ്ങാൻ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഈസ് ദെയർ ആൻഡ് മൊമെൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് എൻഡ്, ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് മൊമെൻറ്റ് ഇൻ ടു സീറോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഹാഫിനെ ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാവൂ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ, നെക്സ്റ്റ് സ്വേ അനാലിസിസിൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ്, സപ്പോർട്ട് എയും സപ്പോർട്ട് ഡിയും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ ഈ വാല്യൂസ് രണ്ട് നമുക്ക് 0 ആണെന്ന് ഡയറക്റ്റ് അറിയാം. സോ എം ഓഫ് എ ബി 0, സോ എം ഓഫ് ബി എ 3EI delta by L square ആണ് ഇക്വേഷൻ. ആൻഡ് എം ഓഫ് ഡി സി 0 ആൻഡ് എം ഓഫ് സി ഡി ഈസ് 3EI by EI delta by L square. സോ എൻ്റെ റേഷ്യോ എടുക്കുക, വി ഗെറ്റ് 1. സോ എം ഓഫ് ബി ഈസ് ഈക്വൽ ടു എം ഓഫ് സി ഡി. ഇവിടെ നമുക്കറിയാം എന്താ, സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആയതുകൊണ്ട് എം ഓഫ് എ ബി ഡയറക്റ്റ്ലി 0 എന്നറിയാം, എം ഓഫ് ഡി സി ഡയറക്റ്റ്ലി 0 എന്നറിയാം. സോ എം ഓഫ് ബി എ ഈസ് -10 എടുക്കുവാണെങ്കിൽ എം ഓഫ് സി ഡിയും എന്താണ്, -10, ബിക്കോസ് എം ഓഫ് ബി എ ഈസ് ഈക്വൽ ടു എം ഓഫ് സി ഡി. ദിസ് ഈസ് ദ കണ്ടീഷൻ വി ഗോട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. സോ ബിയിലും സിയിലും അൺബാലൻസ്ഡ് മൊമെൻറ്റ് എടുക്കുക, അതിനെ ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് പോവുക. രണ്ട് എൻഡുകളിലോട്ടും ക്യാരി ഓവർ നടക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സോ രണ്ട് ജോയിൻറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ഓവർ നടന്ന് ദെൻ നെഗ്ലിജിബിൾ വാല്യൂ ആകുന്നത് വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ്. സോ ഫൈനൽ എൻ മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. ഫ്രം ദാറ്റ് only x value is the unknown, x is sway correction factor and sway correction factor is determined from the shear equation. Okay, from that we get the value of x. ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടും, BMT വരയ്ക്കാം. ഓക്കെ, സോ ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്താണ് പോർട്ടൽ ഫ്രെയിം വിത്ത് സ്വേ വരുമ്പോൾ, പോർട്ടൽ ഫ്രെയിം ഫസ്റ്റ് നിങ്ങൾ പോർട്ടൽ ഫ്രെയിം നോക്കുക, അത് വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ കേസ് എന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് എ വിത്ത് സ്വേ കേസ്, മെയിൻലി 2 സ്റ്റെപ്സ് ആർ ദെയർ. എന്താണ്, ഫസ്റ്റ് വൺ ഈസ് നോൺ സ്വേ അനാലിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്വേ അനാലിസിസ്. സോ ഫസ്റ്റ് നമ്മൾ സ്വേ ഇല്ല എന്ന് കൺസിഡർ ചെയ്ത് നോർമലി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പ്രോസസ്സിൽ ചെയ്ത് നോൺ സ്വേ മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് സ്മോൾ എം എ ബി സ്മോൾ എം ബി എ, നോൺ സ്വേ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് സ്വേ അനാലിസിസ് ആണ്. സോ നമ്മൾ സ്വേ കാരണം ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് വെച്ചിട്ടാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കും. അതിൻ്റെ റിലേഷൻ വെച്ചിട്ട് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് കാണും. ദെൻ ഫൈനൽ എൻഡ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് x into assumed sway moment. So x is sway correction factor and sway correction factor is determined from the shear equation. Okay, this is the procedure. So with the sway case വൃത്തിക്ക് നോക്കുക, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ഹോംവർക്ക് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. സോ അത് വർക്കൗട്ട് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഇന്ന് രാത്രി 11 മണിക്ക് മുന്നേ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു.